ഇൻ ദി സർക്യൂട്ട് ഷോൺ ബിലോ ദി വോൾട്ടേജ് ആൻഡ് കറണ്ട് സോഴ്സ് ആർ ഐഡിയൽ. രണ്ട് കറണ്ട് സോഴ്സും വോൾട്ടേജ് കറണ്ട് സോഴ്സും ഐഡിയൽ ആണെന്ന് തന്നിട്ടുണ്ട്. ദി വോൾട്ടേജ് അക്രോസ് ദി കറണ്ട് സോഴ്സ്. കറണ്ട് സോഴ്സിന് അക്രോസ് എത്ര വോൾട്ടേജ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. പക്ഷേ കറണ്ട് സോഴ്സിന് അക്രോസുള്ള വോൾട്ടേജ് നമുക്ക് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വേറെ എന്തെങ്കിലും മെത്തേഡ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ കണ്ടുപിടിക്കുക. അതായത് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാതെ അതിന് എക്രോസ് ആയിട്ടുള്ള പാരലായിട്ട് എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കും. അതായത് ഞാൻ ഇതിനെ റീഡ്രോ ചെയ്യാൻ പോകണേ. ഇത് ഇങ്ങനെയാണ് റീഡ്രോ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെയാണ് ഞാൻ റീഡ്രോ ചെയ്യാൻ പോകുന്നത്. എനിക്കിങ്ങനെ റീഡ്രോ ചെയ്യാമല്ലോ, കാരണം ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ ഈ 2 ഓമിനെ എങ്ങനെ വെച്ചു, ഹൊറിസോണ്ടലായി കിടന്ന 2 ഓമിനെ ഞാൻ എന്ത് വിളിച്ചു, വേർട്ടിക്കലാക്കി വെച്ചു. അത്രയും മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. 2 ഓം ഇത് എത്രയാണ്, 10 വോൾട്ടാണ്. ഇത് എത്രയാണ്, 5 ആംപിയർ. സോ ഈ 2 പോയിൻറ്റിന് അക്രോസുള്ള വോൾട്ടേജാണ് എൻ്റെ എന്ത് പറയുന്നത്, എൻ്റെ വി ഔട്ട് എന്ന് പറയുന്നത്. സോ ആ വി ഔട്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നോക്കിയേ, 5 ആംപിയർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 5 ആംപിയർ ഇങ്ങോട്ട് പോവുമോ? ഇല്ല. 5 ആംപിയർ എങ്ങോട്ട് മാത്രമേ പോകൂ, ഇങ്ങോട്ടേക്ക് മാത്രമല്ലേ പോവുള്ളൂ. സോ ഈ 5 ആംപിയർ എന്ത് ചെയ്തു, ഈ 2 ഓമിൽ കയറി, ഈ 10 വോൾട്ട് കയറി എന്ത് ചെയ്യും, ഇങ്ങോട്ട് വരും അല്ലേ. സോ 2 വോൾട്ടിലാണ് പോകുന്നത്. ഇത് ഹയർ പൊട്ടൻഷ്യലും ഇത് എന്തായിരിക്കും, ലോവർ പൊട്ടൻഷ്യൽ ആയിരിക്കും അല്ലേ. സോ ഈ 2 ആംപിയർ കറണ്ട് അല്ലെങ്കിൽ 5 ആംപിയർ കറണ്ട് ഈ 2 ഓമിലൂടെ പോകുമ്പോൾ എത്ര വോൾട്ടേജ് ഡ്രോപ്പ് ആവും, 2 × 5 ഡ്രോപ്പ് ആവും അല്ലേ. എത്ര വോൾട്ടേജ് ഡ്രോപ്പ് ആവും, 10 വോൾട്ട് ഡ്രോപ്പ് ആവും. സോ അതെനിക്ക് എങ്ങനെ, ഇതിന് ഞാനൊരു വോൾട്ടേജ് സോഴ്സായിട്ട് മാത്രം ഞാൻ എടുത്തതിന്, അതായത് ഈ വരുന്ന സാധനത്തിന് വോൾട്ടേജ് സോഴ്സായിട്ട് എടുത്താൽ എനിക്ക് ഇങ്ങനെ വരയ്ക്കാമല്ലോ. ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ ഈ ഡ്രോപ്പിന് ഇവിടെ എത്ര ഡ്രോപ്പ് ആവും, 2 × 5 10 വോൾട്ട് ഡ്രോപ്പ് ആവും. ആ 10 വോൾട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു വോൾട്ടേജ് സോഴ്സായിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് എത്ര കിട്ടും, ഇവിടെ 10 വോൾട്ട്, ഇവിടെ 10 വോൾട്ട്. സോ ടോട്ടൽ വോൾട്ടേജ് എത്രയാണ്, 10 + 10. കാരണം രണ്ടും ഒരേ ഡയറക്ഷനിലല്ലേ പോകുന്നത് അല്ലേ. കാരണം ഇതിൽ കൂടി ഒരു കറണ്ട് വന്നാൽ ഇതിൻ്റെ പോസിറ്റീവിലേക്ക് വരുന്നു, ഇതിൻ്റെ പോസിറ്റീവിലേക്ക് വരുന്നു. സോ 2 വോൾട്ടേജ് സോഴ്സ് എങ്ങനെയാണ് എയ്ഡല്ലേ ചെയ്യുന്നത്. സോ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എത്ര വരും, 10 + 10 എത്ര വരും, 20 വോൾട്ട്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ഈസ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഗേറ്റ് 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി കറണ്ട് സപ്ലൈഡ് ബൈ ദ ബാറ്ററി. I1 എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദ്യം. ഓക്കെ, കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് സാധനം ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് പേടിയാവില്ല ഇത് എങ്ങനെ ചെയ്യും എന്നുള്ളത്. വളരെ സിമ്പിളാണ്. നോക്കി, I1 എന്ന് പറയുന്ന കറണ്ട് ഇതൊരു നോഡല്ലേ അല്ലേ, ഇതൊരു നോഡല്ലേ. I1 എന്ന് പറയുന്ന കറണ്ട് ഈ നോഡിലേക്ക് വരുന്നു. I2ഉം പിന്നെന്താണ് ഇങ്ങോട്ടേക്ക് പോകുന്ന കറണ്ട് എത്ര, I2 അല്ലേ. അതായത് I1 എന്ന് പറയുന്ന കറണ്ട് വരുന്നു, പിന്നെന്താണ് I2ഉമായിട്ട് എന്ത് ചെയ്യുന്നത്, സ്പ്ലിറ്റായി പോകുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ I1 = അല്ലെങ്കിൽ I1 = എനിക്ക് എന്ത് എഴുതാം, I2 + I2 എത്ര എഴുതാം, 2I2. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ. ഞാൻ എഴുതുകയാണ് I1 = 2 × I2. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി എന്ത് കാണണം, എനിക്ക് 2 അൺനോൺ ഉണ്ടല്ലേ. അപ്പോൾ 2 അൺനോൺ ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് എനിക്ക് 2 ഇക്വേഷൻ വേണം. സോ ഞാൻ എന്ത് ചെയ്യും, ഇവിടുത്തെ പൊട്ടൻഷ്യലിനെ ഞാൻ V ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ V ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ബാറ്ററിയുടെ വോൾട്ടേജ് എത്രയാണ്, 1 വോൾട്ട് അല്ലേ. അങ്ങനെ പോസിറ്റീവ് പ്ലേറ്റ് എത്ര വരും, 1 വോൾട്ട്. നെഗറ്റീവ് പ്ലേറ്റ് എത്ര വരും, 0 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ ഈ താഴത്തെ പോയിൻ്റ്, ഈ റെഫറൻസ് പോയിൻറ്റിൻ്റെ പൊട്ടൻഷ്യൽ എത്ര, 0 വോൾട്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ I1 എന്ന് പറയുന്ന കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ട് ഫ്ലോ ചെയ്യുന്ന, 1 വോൾട്ടിൽ നിന്നും ഹയർ പൊട്ടൻഷ്യലായ 1 വോൾട്ടിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലായ Vയിലേക്ക് പോകുന്ന കറണ്ടാണ് I1. അപ്പോൾ എനിക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് എഴുതാം, 1 - V/1. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് I2 എന്ന് പറയുന്നത് എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്ന കറണ്ടാണ്, Vയിൽ നിന്നും ഈ 0 പൊട്ടൻഷ്യലിലേക്ക് പോകുന്ന കറണ്ടാണ്. Vയിൽ നിന്ന് എങ്ങോട്ട് പോകുന്ന കറണ്ടാണ്, 0 പൊട്ടൻഷ്യലിലേക്ക് പോകുന്ന കറണ്ടാണ് എന്ത് പറയുന്നത്, I2 എന്ന് പറയുന്നത്. സോ ഞാൻ I2 ഞാൻ എന്ത് എഴുതും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര, V - 0/, എത്രയാണ്, 2. സോ എത്ര എഴുതാം, V/2 എഴുതാം. സോ ഞാൻ എന്ത് ചെയ്യാണ്, ഈ രണ്ട് വാല്യൂ, അതായത് I1 I2 ഞാൻ അവിടെ കൊടുക്കുകയാണ്. ഫസ്റ്റ് ഇക്വേഷനിൽ ഞാൻ കൊടുക്കുകയാണ്. അതായത് I1 = എത്രയാണ്, 1 - V കൊടുക്കുകയാണ്. I2 = എത്രയാണ്, 2V ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ കൊടുത്തു കഴിയുമ്പോൾ എനിക്ക് എത്ര കിട്ടുമെന്നറിയോ, 1 - V = എത്രയാണ്, 2 × V/2. സോ ഇത് ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ 1 - V = V കിട്ടും. സോ 2V = 1, therefore V = എത്രയാണ്, 1/2.
ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? കറണ്ട് സപ്ലൈഡ് ബൈ ദ ബാറ്ററി I1 അല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ I1 ഈക്വൽ ടു I1 ഞാൻ എവിടെ കൊടുക്കണം? ഈ ഇക്വേഷനിൽ കൊടുക്കണം. I1 എനിക്ക് എന്ത് എഴുതാം? 1 മൈനസ് 1/2 എത്രയാണ്? 0.5. സോ ദ ആൻസർ ഈസ് 0.5. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദി പോർഷൻ ഓഫ് ദി സർക്യൂട്ട് ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ 5 ohms എന്ന് പറയുന്നത് 10 calorie per second ആണ്. 10 calorie എന്തിൻ്റെ യൂണിറ്റാണ്? എനർജിയുടെ യൂണിറ്റാണ്. എനർജി പെർ സെക്കൻഡ് ആണ്. എനർജി പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? എനർജി പെർ ടൈം അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? പവറാണ്, അതായത് വാട്ട്സ് ആണ്. അതായത് 10 watts പവർ എവിടെ ഡ്രോപ്പ് ആയെന്നാണ് പറഞ്ഞത്? 10 watts പവർ എവിടെ ഡ്രോപ്പ് ആയെന്നാണ് പറയുന്നത്? ഈ 5 ohmലാണ് ഡ്രോപ്പ് ആയെന്ന് പറയുന്നത്. ഇനി എന്താ ചോദ്യം? ചോദ്യം എന്താണ്? 4 ohmക്കിടെ പോകുന്ന 4 ohmൽ എത്ര പവർ ഡ്രോപ്പ് ആവുമെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, പറ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇപ്പോൾ 5 ohmൽ 10 watt ഡ്രോപ്പ് ആയെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? I² ഉപയോഗിക്കലോ. I² × 5 ഈക്വൽ ടു എത്രയാണ്? 10 watt ആണ്. സോ I² ഈക്വൽ ടു എത്രയാണ്? 2 ആണ്. സോ I ഈക്വൽ ടു, അതായത് ഈ 5 ohmക്കിടെ പോകുന്ന കറണ്ടായ I ഈക്വൽ ടു എനിക്ക് എന്ത് എഴുതാം? √2 എഴുതാം. എഴുതാലോ? ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് പറഞ്ഞേ, എന്ത് ചെയ്യാൻ പറ്റും? സോ ഇതിക്കിടെ പോകുന്ന കറണ്ട് 5 ohm ആണ്. സോ ഇതിൻ്റെ അക്രോസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എനിക്ക് എത്ര എഴുതാം? V എന്ന് പറയുന്നത് എത്ര എഴുതാം? V ഈക്വൽ ടു 5 × √2 എഴുതാലോ അല്ലേ? എഴുതാലോ. സോ ഈ രണ്ട് ഇതും എന്താണ്? പാരലൽ അല്ലേ? അപ്പോൾ പാരലൽ ആണെങ്കിൽ ഈ രണ്ട് പോയിൻ്റ് അക്രോസുള്ള വോൾട്ടേജ് എത്ര തന്നെ വരും? 5√2 തന്നെ വരുമല്ലോ അല്ലേ? 5√2 തന്നെ വരും. ഇനി അടുത്ത ചോദ്യം എന്താണ്? 4 ohmന് അക്രോസ് എത്ര വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ നേരത്തെ പഠിച്ച വോൾട്ടേജ് ഡിവിഷൻ റൂള്. ഞാൻ ആ വോൾട്ടേജ് ഡിവിഷൻ റൂൾ ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടോ ഞാൻ ഇത്രയും ഇതിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും കറങ്ങി ചുറ്റി വളയേണ്ട കാര്യമില്ല. സോ വോൾട്ടേജ് ഡിവിഷൻ റൂൾ നമ്മൾ കറണ്ട് ഡിവിഷൻ റൂൾ ഇത് നമ്മൾ 2-3 പ്രാവശ്യം അപ്ലൈ ചെയ്തു. വോൾട്ടേജ് ഡിവിഷൻ റൂൾ ഒന്ന് അപ്ലൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. ഓക്കെ, അപ്പോൾ 4 ohmന് അക്രോസ് എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് എങ്ങനെ അറിയാം? 4 ohmന് അക്രോസുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? വോൾട്ടേജ് അക്രോസ് 4 ohm എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടോട്ടൽ വോൾട്ടേജ് എത്രയാണ്? 5 × √2 ഇൻറ്റു എത്ര വരും? 4 ഡിവൈഡ് ബൈ എത്ര വരും? 4 + 6 എത്ര വരും? 10. അപ്പോൾ എനിക്കിത് ക്യാൻസൽ ആയി പോയി എത്ര കിട്ടും? 2. അതായത് എത്ര കിട്ടും? 2√2 ആണ് എന്തെന്ന് പറയുന്നത് ഇതിനക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയാം. ഇനി പവർ, എനിക്ക് വോൾട്ടേജ് ഡ്രോപ്പും റെസിസ്റ്റൻസും അറിയാമെങ്കിൽ ഞാൻ പവർ എങ്ങനെ മേടിക്കും? V²/R കൊണ്ടിരിക്കും. V² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 × √2ൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 4 എത്ര വരും? 4 × 2 ഡിവൈഡ് ബൈ 4. അപ്പോൾ എത്ര വരും? 2 watts. 2 watts അല്ലെങ്കിൽ എന്താണ്? 2 calorie per second. സോ ഓപ്ഷൻ 2 ഈസ് ദ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് വളരെ ട്രിക്കി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് വോൾട്ടേജ് അക്രോസ് 2 ohmഉം എത്ര തന്നിട്ടുണ്ട്? ഡ്രോപ്പ് അക്രോസ് 3 ohmഉം 2 ohmഉം തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ചോദിച്ചെന്താ? ഫൈൻഡ് ദ പവർ ഡെലിവേർഡ് ബൈ 5 volt എത്രയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദ്യം. നോക്കിയേ, അപ്പോൾ എന്താണ്? അപ്പോൾ എന്താണ്? ഈ നെറ്റ്വർക്കും തമ്മിൽ കുറേ വോൾട്ടേജ് സോഴ്സ് എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടല്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ്. അതായത് ഇവിടെ നിന്നും അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കുറച്ച് എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ സപ്പോസ് ഇതാണ് ഹയർ പൊട്ടൻഷ്യൽ എന്നിരിക്കുക, ഇതാണ് ഹയർ പൊട്ടൻഷ്യൽ, ഇതാണ് ലോവർ പൊട്ടൻഷ്യൽ എന്നെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കുറച്ച് എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടോ അത്രയും എമൗണ്ട് ഓഫ് കറണ്ട് തിരിച്ച് ഇങ്ങോട്ട് ഫ്ലോ ചെയ്തേ പറ്റൂ. അപ്പോൾ ഇവ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ 3 ബ്രിഡ്ജ് വെച്ചിട്ടാണ്. ഓക്കെ, സോ ഇത് ഹയർ പൊട്ടൻഷ്യൽ, ഇത് ലോവർ, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ച് ചിന്തിച്ചാലും കുഴപ്പമില്ല. ഇത് ഹയർ പൊട്ടൻഷ്യൽ ലോവർ പൊട്ടൻഷ്യലാണ് ചിന്തിച്ചാലും കുഴപ്പമില്ല. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അത്രയും കറണ്ട് തന്നെ എന്ത് ചെയ്യണം? തിരിച്ച് വരണം. എത്ര എമൗണ്ട് ഓഫ് കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും എമൗണ്ട് ഓഫ് കറണ്ട് തിരിച്ച് വന്നേ പറ്റും. സോ നമുക്ക് എഴുതാം. നോക്കി, ഇത് എത്ര? ഇത് പ്ലസ്സും ഇത് മൈനസും അല്ലേ? സോ ഇത് ഹയർ പൊട്ടൻഷ്യൽ, ഇത് ലോവർ പൊട്ടൻഷ്യൽ. സോ കറണ്ട് എവിടെ നിന്നായിരിക്കും? അവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ ഫ്ലോ ചെയ്യുള്ളൂ അല്ലേ? ആ കറണ്ടിൻ്റെ വാല്യൂ ഇത്ര. കാരണം ഈ റെസിസ്റ്റൻസ് അക്രോസ് ഉള്ള ഡ്രോപ്പ് തന്നിട്ടുണ്ടല്ലേ? എത്രയാ? 6 volt. സോ റെസിസ്റ്റൻസ് എത്രയാണ്? 3 ohm. സോ 6 / 3 എത്ര കിട്ടും? എനിക്ക് 2 ampere കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്ര? കാരണം ഇത് ഹയർ പൊട്ടൻഷ്യലും ഇത് ലോവർ പൊട്ടൻഷ്യലും അല്ലേ? സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്ര ആമ്പയർ ഓഫ് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്? ഒന്ന് പറഞ്ഞേ. 2 / 2 അല്ലേ? എത്ര ആമ്പയർ ഫ്ലോ ചെയ്യുന്നുണ്ട്? 1 ampere കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ചോദിച്ചത് എന്താ?
എന്താ ചോദിച്ചിരുന്നത്? ഫൈൻഡ് ദ പവർ ഡെലിവേർഡാണ്. ഡെലിവേർഡ് വരുമ്പോഴത്തേക്ക് എന്താണ്? പോസിറ്റീവിൽ നിന്ന് കറണ്ട് ലീവ് ചെയ്യണം. അത് ഞാൻ ഐ എന്ന് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇങ്ങോട്ടേക്ക് എത്ര കറണ്ട് പോകുന്നു അത്രയും കറണ്ട് തിരിച്ചു വന്നോ അല്ലേ? അപ്പോൾ അങ്ങോട്ടേക്ക് ഈ സർക്യൂട്ട് നെറ്റ്വർക്ക് 2ലേക്ക് പോകുന്ന കറണ്ട് ഏതൊക്കെയാണ്? I1 പോകുന്നുണ്ട്, പിന്നെ ഐയും പോകുന്നുണ്ട്, പിന്നെ എന്ത് പോകുന്നുണ്ട് പറഞ്ഞാൽ ഏതൊക്കെ പോകുന്നുണ്ട്? ഈ ഐയും പോകുന്നുണ്ട്, പിന്നെ ഈ 1 ആമ്പിയറും പോകുന്നുണ്ട് അല്ലേ? സോ I+1 എന്ന് പറയുന്നത് എന്തെന്ന് പറയുന്നത് 2 എന്ന് പറയുന്നത്. സോ I = എത്ര കിട്ടും? 1 ആമ്പിയർ. I എന്ന് പറയുന്നത് 1 ആമ്പിയറാണ്. സോ പവർ എന്ന് പറയുന്നത് V × I. സോ എത്രയാണ്? 5 × 1, that is equal to 5 watts. So the option A is the correct answer. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി വാല്യൂ ഓഫ് ദ റെസിസ്റ്റർ ഈസ് എന്താണ്? 25 + I2 ആണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? I എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓംസ് ലോ അപ്ലൈ ചെയ്യാലോ. V = എത്രയാണ്? I × R. V = I × R അപ്ലൈ ചെയ്യാലോ. V എത്രയാണ്? 100. I എത്രയാണ്? I. R എത്രയാണ്? 25 × I/2. സോ എനിക്ക് എന്ത് ചെയ്യാം? 25 + I/2 + I/2 മൊത്തം ടേമിന് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? മൊത്തം ടേമിന് 2 വെച്ച് മൾട്ടിപ്ലൈ എന്ത് കിട്ടും? 600 = 2 times I × 25 + 2 times I² / 2. സോ ഐയും ക്യാൻസൽ ആയി. അപ്പോൾ ബാക്കി എനിക്ക് എന്ത് കിട്ടും? 600 = 50I പ്ലസ് എന്താണ്? I² ആണ്. സോ എനിക്ക് എന്ത് എഴുതാം? I² + 50I -600 = എത്രയാണ്? 0 ആണ്. രണ്ട് നമ്പറിൻ്റെ സം 50 ആണ്. ഡിഫറൻസ് എത്രയാണ്? രണ്ട് നമ്പറിൻ്റെ സം 50 ആണ്. എന്താണ്? പ്രോഡക്റ്റ് -600 ആണ്. ഏതായിരിക്കും രണ്ട് ടേംസ്? ഒന്ന് ആലോചിച്ച് നോക്കി. രണ്ടിൻ്റെയും സം 50 ആണ്, പ്രോഡക്റ്റ് എത്രയാണ്? 600 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം? ടേംസ് എടുത്ത് നോക്കാം. 600ൻ്റെ എന്തൊക്കെ വരും? എന്തൊക്കെ നമുക്ക് എടുക്കാം? ഒന്ന് പറഞ്ഞേ. നമുക്ക് എന്തെടുക്കാം? ഇങ്ങനെ എടുക്കാമല്ലോ. എനിക്ക് I + 60 × I - 10 = 0 എന്ന് കൊടുക്കാമല്ലോ അല്ലേ? രണ്ടിൻ്റെ പ്രോഡക്റ്റ് എന്താ? രണ്ട് ടേമിൻ്റെ പ്രോഡക്റ്റ് എന്താ? -600. രണ്ടിൻ്റെയും സം എത്ര? 50. സോ I = എനിക്ക് എന്ത് കിട്ടും? -16 കിട്ടും. പിന്നെ എന്താണ്? 10 ആമ്പിയർ കിട്ടും അല്ലേ? -16 എടുക്കാൻ പറ്റില്ല, കാരണം -16 ഞാൻ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ I എന്ത് വരും? നെഗറ്റീവ് വരും. സോ എനിക്ക് എന്ത് എടുക്കാമല്ലോ? I = 10 ആമ്പിയർ എനിക്ക് എടുക്കാൻ പറ്റില്ല. സോ ദ ഓപ്ഷൻ ഈസ് D. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതെന്താണ്? ടോട്ടൽ പവർ അബ്സോർബ്ഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദി സർക്യൂട്ട് ഹാസ് 3 എലമെൻറ്റ് ആർ ഷോൺ ഇൻ ദ ഫിഗർ. ദി ടോട്ടൽ പവർ അബ്സോർബ്ഡ് എന്ന് പറഞ്ഞാൽ കൺസ്യൂംഡ് ആണ്. ഓക്കെ, ഈ 100 വോൾട്ട് എന്താ ചെയ്യുന്നത് നോക്കാം. 100 വോൾട്ടിൻ്റെ ഇത് പ്ലസും ഇത് മൈനസും അല്ലേ? ഇതെന്താ? ഇത് പ്ലസ്, ഇത് മൈനസ്, ഇത് പ്ലസ്, ഇത് മൈനസ് അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ഫസ്റ്റ് 100 വോൾട്ടേജ് സോഴ്സിന് എന്താ സംഭവിക്കുന്നത്? പ്ലസ്സിലേക്കല്ലേ കറണ്ട് പോകുന്നത്. അപ്പോൾ പ്ലസ്സിലേക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ 100 വോൾട്ട് സോഴ്സ് എന്താ ചെയ്യുന്നത്? പവർ എന്ത് ചെയ്യാണ്? കൺസ്യൂം ചെയ്യുകയാണല്ലേ? സോ ആ കൺസ്യൂം ചെയ്യുന്ന പവർ എത്ര വരും? 10 × 10 എത്ര വരും? 1000 വാട്ട്സ്. ഇനി നെക്സ്റ്റ് ഈ 80 വോൾട്ട് എന്താ ചെയ്യുന്നത്? 80 വോൾട്ടിൻ്റെ പോസിറ്റീവിൽ നിന്ന് കറണ്ട് ലീവ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോൾ 80 വോൾട്ട് എന്താ ചെയ്യുന്നത്? പവർ സപ്ലൈ ആണ് ചെയ്യുന്നത്. സോ ആ സപ്ലൈ പവർ എത്രയാണ്? 8 × 80. സോ എത്ര കിട്ടും? 640 വാട്ട്സ്. ഇനി നോക്കി, ഇവിടുന്ന് 10 ആമ്പിയർ വരുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് 8 പോകുന്നുണ്ടല്ലേ? അപ്പോൾ കറണ്ടിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഇൻകമിങ് കറണ്ട് ഉണ്ടോ അത്രയും എന്തുണ്ട്? ഔട്ട് ഗോയിങ് കറണ്ട് ഉണ്ടല്ലേ? സോ ഇങ്ങോട്ടേക്ക് 10 വരുന്നുണ്ട്, 8 ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ബാക്കി 2 ആമ്പിയർ ഇങ്ങോട്ടേക്ക് വന്നല്ലേ പറ്റൂ. സോ നോക്കി, ഈ 15 വോൾട്ടിൻ്റെ എന്താണ്? പോസിറ്റീവിൽ നിന്നല്ലേ കറണ്ട് ലീവ് ചെയ്യുന്നത്. സോ ഈ 15 വോൾട്ട് എന്താ ചെയ്യുന്നത്? 15 വോൾട്ട് എന്താ ചെയ്യുന്നത്? പവർ സപ്ലൈ അല്ലേ ചെയ്യുന്നത് അല്ലേ? 50 വോൾട്ട് എന്താ ചെയ്യുന്നത്? പവർ സപ്ലൈ ചെയ്യുന്നത്. ആ പവർ എത്ര? 15 × 2 എത്ര കിട്ടും? 30 വോൾട്ട്. സോ മൊത്തം എത്ര സപ്ലൈ ചെയ്യുന്നുണ്ട്? മൊത്തം എത്ര സപ്ലൈ ചെയ്യുന്നുണ്ട്? 640 + 30 എത്ര കിട്ടും? 670 സപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ടോട്ടൽ പവർ എത്രയാണ്? കൺസ്യൂം ചെയ്യുന്നത് എത്രയാണ്? 100 ആണല്ലേ? അപ്പോൾ ബാക്കി എമൗണ്ട് ഓഫ് എത്രയുണ്ട്? 100,000 - 670 വാട്ട്സ്, അതായത് 330 വാട്ട് എന്താ ചെയ്യുന്നത്? അബ്സോർബ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ
സി. ക്വസ്റ്റൻ എന്താ? ഈ സർക്യൂട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും പേടിയാവും അല്ലേ? കാരണം ഇതെന്താ കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തന്നിട്ടുണ്ട്, ഇതെങ്ങനെ ചെയ്യുന്നുള്ളത്. പക്ഷേ ഭയങ്കര സിമ്പിൾ ക്വസ്റ്റൻ ആണ്. നോക്കി, വി എ മൈനസ് ബി ബി 6 വോൾട്ട് തന്നിട്ടുണ്ട്. വി എ മൈനസ് ബി ബി എന്ന് പറയുന്നത് എന്താ? വി എക്കും ബിക്കും ഇടയ്ക്ക്, അല്ലെങ്കിൽ വി എയും ബിക്കും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര? 6 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന കറണ്ട്, അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്കല്ലേ കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ അല്ലേ? എയിൽ നിന്നും ബിയിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. കാരണം വി എ ഹയറും ബി ബി ലോവറും ആയതുകൊണ്ടാണ് വി എ മൈനസ് ബി ബി നമുക്ക് പോസിറ്റീവ് കിട്ടിയത്. സോ ഐ എന്ന് പറയുന്നത് എത്രയാണ്? സോ എയിൽ നിന്നും അല്ലെങ്കിൽ വി എയിൽ നിന്ന് വി ബിയിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എത്ര? 6 വോൾട്ട്. അപ്പോൾ വോൾട്ടേജും അറിയാം, കറണ്ട് എന്താ റെസിസ്റ്റൻസും അറിയാമെങ്കിൽ കറണ്ട് എത്രയാണ്? കറണ്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ്, അതായത് 6 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 3 ആംപിയർ. അപ്പോൾ 3 ആംപിയർ ആണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത്. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വി സി മൈനസ് വി ഡി ആണ്. ഓക്കെ, ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് പോകുന്നത് 3 ആംപിയർ ആണെങ്കിൽ ഇത് കറങ്ങി തിരിച്ച് എല്ലാം തന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്ര ആംപിയർ വരണം? 3 ആംപിയർ തന്നെ തിരിച്ചു വരണം. നമ്മൾ പറഞ്ഞ കേസ് നമ്മളെന്താ പറഞ്ഞേ? നമ്മളെന്തായിരുന്നു പറഞ്ഞേ? എന്താ പറഞ്ഞേ? എത്ര കറണ്ട് ഒരു സ്ഥലത്തു നിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നോ അത്രയും കറണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരണം. സോ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് 3 ആംപിയർ പോകുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര വരണം? 3 ആംപിയർ വന്നേ പറ്റൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു നോഡ് നമ്മൾ എടുക്കുകയാണ്. ആ നോഡിൽ ഒരു പ്രത്യേകത എന്താ? ആ നോഡിൽ നിന്നും 3 ആംപിയർ കറണ്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട്, 2 ആംപിയർ കറണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. സോ ഞാൻ ഈ 1 ഓമിക്കൂടെ പോകുന്ന കറണ്ടിനെ ഞാൻ സംതിങ് ഒരു ഐ എന്ന് പറയുകയാണ്. ഓക്കെ, സോ ലെറ്റ് ഇറ്റ് ബി ഐ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ കെ സി എൽ അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും? കെ സി എൽ അപ്ലൈ ചെയ്താൽ എല്ലാ കറണ്ടും എന്താണ്? ഇൻകമിങ് കറണ്ട് ഉണ്ടോ? ഇൻകമിങ് കറണ്ട് ഉണ്ടോ? ഇൻകമിങ് കറണ്ട് ഇല്ല. എല്ലാം എന്താണ്? ലീവിങ് കറണ്ട് ആണല്ലേ. സോ എനിക്ക് എന്ത് ചെയ്താം? 3 + 2 + ഐ ഈക്വൾ ടു എന്ത് എഴുതാം? 0 എഴുതാം. സോ ഐ ഈക്വൾ ടു എനിക്ക് എന്ത് എഴുതാം? -5 ആംപിയർ എഴുതാം. ഐ ഈക്വൾ ടു എന്ത് എഴുതാം? -5 ആംപിയർ എഴുതാം. ഇനി നോക്കിയേ, ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? വി സി മൈനസ് വി ഡി എത്രയാണെന്നാ. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് പ്ലോട്ട് ചെയ്യാം നമുക്ക് വി സിയും വി ഡി എന്താണെന്ന്. വി സിയും വി ഡിക്ക് ഇടയ്ക്ക് എന്തുണ്ട്? ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്, ഒരു റെസിസ്റ്റർ ഉണ്ട് അല്ലേ? ഇതാണ് എൻ്റെ വി സിയും വി ഡി. അപ്പോൾ ഇവ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ കറണ്ട് സോഴ്സിന് അക്രോസ് ഇത് രണ്ടും, ഈ കറണ്ട് സോഴ്സും ഈ റെസിസ്റ്റൻസും എന്താ പാരലല്ലേ? അപ്പോൾ പാരലാണെങ്കിൽ എനിക്ക് എന്താ രണ്ടിന് അക്രോസിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസസ് ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് എന്ത് എടുത്താൽ മതി? അപ്പോൾ ഈ 1 ഓമിന് അക്രോസ് എത്ര വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടെന്ന് എടുത്താൽ മതി അല്ലേ? അപ്പോൾ 1 ഓമിക്, അപ്പോൾ ഇവിടെ എന്താ? സി അല്ലേ ഹയർ പൊട്ടൻഷ്യൽ, ഡി ആണ് ലോവർ പൊട്ടൻഷ്യൽ അല്ലേ? അപ്പോൾ എവിടെ നിന്ന് എങ്ങോട്ട് കറണ്ട് പോകണം? സിയിൽ നിന്നും ഡിയിലേക്കാണ് കറണ്ട് പോകേണ്ടത് അല്ലേ? സിയിൽ നിന്നും ഡിയിലേക്ക് പോകുന്ന കറണ്ടാണ് നമ്മൾ നേരത്തെ അസ്യൂം ചെയ്ത ഐ അല്ലേ? ഇതിവിടെ പോകുന്ന കറണ്ടാണ് ഐ. സോ വി സി മൈനസ് വി ഡി എന്ന് പറയുന്നത് എനിക്ക് എന്ത് എഴുതാം? ഐ ഇൻറ്റു 1 എന്ന് എഴുതാമല്ലോ. ഐ എത്ര എനിക്ക് കിട്ടിയേ? -5. -5 × 1 എത്രയാണ് എനിക്ക് കിട്ടിയത്? -5 വോൾട്ട്. സോ ദിസ് ഈസ് ദ ആൻസർ. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഏണസ്റ്റ് അക്കാഡമി അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ പുതിയ ഒരു ഇൻറ്റൻസീവ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒന്നുകിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെയും കണ്ടുമുട്ടാം. ഓക്കെ, ഇപ്പോഴത്തേക്ക് ബൈ.